ഏറ്റുവാങ്ങിയ ശിക്ഷയുടെ കാഠിന്യം കൊണ്ട് ആർക്കെങ്കിലും രൂപാന്തരം സംഭവിച്ചിട്ടുണ്ടോ? എല്ലാ ശിക്ഷകൾക്കും പ്രതികാരത്തിന്റെ രുചിയാണുള്ളത്. ചെയ്തതിന് പകരമായി അനുഭവിച്ചു തീർക്കേണ്ട കാര്യങ്ങളുടെ പട്ടികയാണ് എല്ലാ ശിക്ഷാവിധിയും. ചെയ്ത കുറ്റത്തിന് ഒരാൾ അനുഭവിക്കുന്ന ശിക്ഷ ചെയ്ത തെറ്റിന് യഥാർത്ഥ പരിഹാരമാകുന്നുണ്ടോ? കാവ്യനീതി നടപ്പിലായി എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നതിനേക്കാൾ തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാനും തെറ്റ് ചെയ്തവരുടെ തിരിച്ചുവരവ് സാധ്യമാക്കാനുമുള്ള ശ്രമങ്ങളല്ലേ കൂടുതൽ ക്രിയാത്മകം. മരുന്നുകൊണ്ട് മാനസാന്തരപ്പെടുത്താനാകില്ലല്ലോ. അനുരഞ്ജനമാണ് ഏക മാർഗം. ഒരു തവണ തെറ്റ് ചെയ്തവൻ വീണ്ടും ചെയ്യുന്നത് ശീലമായതുകൊണ്ട് മാത്രമാകില്ല, ആൾക്കൂട്ടത്തിന്റെ മുദ്രകുത്തൽ കൊണ്ട് കൂടിയാകാം. ചെയ്ത തെറ്റിന് തത്തുല്യമായ ശിക്ഷ കൊടുത്ത് നീതി നടപ്പാക്കിയെങ്കിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർക്കുള്ള നീതി കൂടി ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ കൂടുതൽ അപകടകാരികളായ കുറ്റവാളികളെയാകും നാം പുനഃസൃഷ്ടിക്കുക. ശിക്ഷാകർത്താക്കളെയല്ല, രക്ഷാകർത്താക്കളെയാണ് നമുക്ക് ആവശ്യം. എന്തിനെക്കുറിച്ചും വിധി എഴുതി ആരെയും അടച്ചാക്ഷേപിച്ച് കടന്നു പോകുന്നവർക്ക് സമൂഹത്തോട് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? വഴി കാണിച്ചു കൊടുക്കാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്ന ഒട്ടേറെ ജീവിതങ്ങളുണ്ട്. കുറ്റാന്വേഷകന്റെയും ആരാച്ചാരുടെയും വേഷം സ്വയം അണിഞ്ഞ് അപരന്റെ എല്ലാ സാധ്യതകളെയും തച്ചുടയ്ക്കുന്നവർക്ക് ഒരു ചൂണ്ടുപലകയുടെ സ്ഥാനം പോലും ഉണ്ടാകില്ല. എല്ലാ വിധികൾക്കും നിയമത്തിന്റെ വശവും ഒപ്പം മനുഷ്യത്വത്തിന്റെ വശവും ഉണ്ടാകണം.